കെ.പി.സി.സി പുനഃസംഘടനയിൽ അതൃപ്തി പുകയുന്നതോടെ അനുനയ നീക്കവുമായി നേതാക്കൾ. കൊല്ലം ഡി.സി.സി അധ്യക്ഷനെ മാറ്റുന്നതിൽ കൊടിക്കുന്നിൽ സുരേഷിന് കടുത്ത അതൃപ്തി. ദില്ലി കേരള ഹൌസിൽ അനുനയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതേസമയം സമവായത്തിൽ എത്താനാണ് ചർച്ചകളെന്നും കോൺഗ്രസിൽ അത്തരം ചർച്ചകൾ എന്നും നടക്കാറുണ്ടെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. സ്വാതി ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. സ്വാതി, അതായത് ഈ പുനഃസംഘടന കുറെ നാളുകളായി കോൺഗ്രസിൽ ഇങ്ങനെ കീറാമുട്ടിയായി നിൽക്കുകയാണ്. വലിയ ചർച്ചകൾ പല ഘട്ടത്തിൽ നടക്കുന്നത് കണ്ടതാണ്. ഇപ്പോൾ അവസാനവട്ട ചർച്ചകൾക്കായി നേതൃത്വം ACC നേതൃത്വത്തിന് മുൻപിൽ എത്തുമ്പോഴും ഒരു സമവായത്തിലെത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നാണോ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇപ്പോഴും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം തന്നെയാണോ ഉള്ളത്? മനു, തീർച്ചയായും കുറെ നാളുകളായി KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ ആരൊക്കെയാണ് DCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റേണ്ടത്, ആരൊക്കെയാണ് ചേർക്കേണ്ടത് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി അതൃപ്തി നേതാക്കൾക്കിടയിൽ തന്നെ പുകയുന്നുണ്ട്. നേരത്തെ മനു സൂചിപ്പിച്ച പോലെ കൊല്ലം DCC അധ്യക്ഷനെ മാറ്റേണ്ട എന്നുള്ള നിലപാടാണ് കൊടിക്കുന്നിൽ സുരേഷിന്റേത്. അതോടൊപ്പം തന്നെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളും എംപിമാരും ഉൾപ്പെടെ ഇപ്പോൾ കേരള ഹൌസിലേക്ക് എത്തിക്കൊണ്ട് ഈ KPCC അധ്യക്ഷനുമായിട്ടും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരുമായിട്ടും കൂടിക്കാഴ്ചകൾ തുടരുന്നുണ്ട്. എംപിമാർ പലരും പല ഭിന്ന അഭിപ്രായങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കെ സുധാകരൻ നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് ഇപ്പോൾ കണ്ണൂർ DCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ച, കണ്ണൂർ DCC അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സമയത്താണ് കണ്ണൂർ DCC അധ്യക്ഷനെ നിയമിച്ചത്. ആ കണ്ണൂർ DCC അധ്യക്ഷനെ ഇപ്പോൾ മാറ്റേണ്ടതില്ല, അദ്ദേഹത്തെ നിലനിർത്തി പോകേണ്ടതാണ്. കേരളത്തിലെ തന്നെ നമ്പർ 1 DCC അധ്യക്ഷനാണ് കണ്ണൂർ DCC അധ്യക്ഷൻ എന്നൊരു അഭിപ്രായമാണ് കെ സുധാകരൻ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ മലപ്പുറം, കോഴിക്കോട് DCC അധ്യക്ഷന്മാരെയും നിലവിൽ മാറ്റേണ്ടതില്ല. നിലവിൽ നന്നായി പ്രവർത്തിക്കുന്നവരെയൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നതുൾപ്പെടെയാണ് ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഭിന്നാഭിപ്രായങ്ങൾ ഈ വിഷയവുമായി ഉരുത്തിരിഞ്ഞു വരുന്ന ഘട്ടത്തിലാണ് ഒരു സമവായ നീക്കങ്ങൾ എന്ന നിലയിൽ എംപിമാർ ഉൾപ്പെടെ കേരള ഹൌസിലേക്ക് എത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത്. ഏതാനും ഒരു 2 മിനിറ്റ് മാത്രമാണ് കെ സുധാകരൻ ഈ കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. തന്റെ അഭിപ്രായം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് താൻ എല്ലാ അഭിപ്രായങ്ങളും നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സമവായ നീക്കങ്ങളുമായി KPCCയും അതോടൊപ്പം പ്രധാനപ്പെട്ട നേതാക്കളും മുന്നോട്ട് പോവുകയാണ്. മനു, ശരി. സ്വാതി ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.